വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വെജിറ്റബിൾ സ്പഗേട്ടിയാണ്. കുട്ടികളെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണിത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതിനായി ഒരു ബൗളിനകത്തേക്ക് 200 ഗ്രാം ബോൺലെസ് ചിക്കൻ നന്നായി വാഷ് ചെയ്ത ശേഷം നീളത്തിൽ കട്ട് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. ഇത് വളരെ കനം കുറച്ചാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ ചില്ലി പൗഡറും, ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ആവശ്യത്തിനുള്ള ഉപ്പും, 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാലകളെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കവർ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇവിടെ ഒരു പാനിനകത്തേക്ക് സ്പഗേട്ടി കുക്ക് ചെയ്യുന്നതിനാവശ്യമായ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഏതെങ്കിലും ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇതിനകത്തേക്ക് ഒരു പാക്കറ്റ് 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് സ്പഗേട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്പഗേട്ടി ചേർത്തതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. 5 മിനിറ്റ് സമയം ഞാനിത് കവർ ചെയ്ത് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്പഗേട്ടി ഏകദേശം കുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ടാവുന്നുണ്ടെങ്കിൽ ഇത് കുക്കായിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ സ്പഗേട്ടി ഇവിടെ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം കളയാനായി ഞാൻ ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ഫ്രീസറിൽ ഒരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആ തണുത്ത വെള്ളം വേണം നമ്മൾ ഈ സ്പഗേട്ടിയുടെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാൻ. പറ്റുമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെയാവുമ്പോൾ സ്പഗേട്ടി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് തരം റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് ചൂടായതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കഴിയുന്നതും നിങ്ങൾ ബോൺലെസ് ചിക്കൻ തന്നെ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചിക്കൻ ഞാനിവിടെ വളരെ നൈസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഒന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടി ഞാനിതൊന്ന് നിരത്തിയിട്ടതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായി കുക്കായി കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒന്ന് കവർ ചെയ്ത് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് സമയം ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നുകൂടി ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം കൂടി ഞാനിതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ എല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ പീസെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം വളരെയധികം തന്നെ ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും ഇത്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞതാണ്. പിന്നീട് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് നീളത്തിൽ അരിഞ്ഞെടുത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ഇളക്കിയെടുക്കുന്നത്. ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. പിന്നീട് ഗ്രീൻ ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞെടുത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവ ചേർത്തതിന് ശേഷവും ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഞാനിത് ഇളക്കിയെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും സ്പഗേട്ടി കഴിക്കുന്ന ടൈമിലും
വെജിറ്റബിൾസിനെല്ലാം ചെറിയ രീതിയിൽ റോ ടേസ്റ്റ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചതും പിന്നീട് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും ചേർത്ത് ഞാൻ നന്നായിട്ടൊന്നുകൂടെ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ജീരകം ഞാനൊന്ന് നന്നായി വറുത്തതിന് ശേഷമാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ഇളക്കിയതിന് ശേഷം പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ സ്പഗേട്ടി വേവിക്കുന്ന സമയത്തും അതിൽ ഉപ്പ് ചേർത്തിരുന്നു. പിന്നെ ഇതിൽ ചേർക്കുന്ന സോസിലെല്ലാം ഉപ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് ഞാനിത് ഒന്നുകൂടെ ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്പഗേട്ടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സ്പഗേട്ടി ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് ഉലർത്തിയെടുക്കണം. അപ്പോൾ ഒരു സ്പാറ്റില യൂസ് ചെയ്തിട്ട് ഇത് ഇളക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2 സ്പാറ്റില യൂസ് ചെയ്ത് ഒന്ന് ഉലർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്സിങ് കുറച്ചുകൂടെ എളുപ്പമാവും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ആ മസാലകളെല്ലാം ചേർന്ന് സ്പഗേട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ സ്പഗേട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വെളിച്ചെണ്ണയിൽ ഇത് ചെയ്തെടുക്കാൻ പാടില്ല. എപ്പോഴും ചൈനീസ് വിഭവങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഓയിൽ യൂസ് ചെയ്യുക. ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനിയും പുതിയതായി വരുന്ന വിഭവങ്ങളുമായി കാത്തിരിക്കുക.